എനിക്കെന്തോ അങ്ങോട്ട് പോകാനൊരു നല്ലൊരു മടിയുണ്ടെടി. കാരണം അവള് വിളിച്ചത് പോലുമില്ല. അവള് വിളിക്കാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുവോ എന്നൊരു സംശയം. അവൾ വന്നിട്ട് പോലും നമ്മളെയൊന്നും വിളിച്ചില്ല. വന്നിട്ട് ഇപ്പം എത്ര ദിവസമായി. ഇതിപ്പോൾ നീ ഇന്നലെ ആരോട് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പം നിന്റെ നിർബന്ധത്താലാട്ടോ ഇപ്പം ഈ വരുന്നത്. പോടി, അവൾക്ക് അങ്ങനെ ഒന്നും കാണത്തൊന്നുമില്ല. അവൾക്കൊരു ദുഃഖകാലം ഉള്ളപ്പോഴത്തേക്കും നമ്മൾ മാത്രം ഉള്ളായിരുന്നു അവിടെ ദുഃഖത്തിനൊക്കെ പങ്കുചേരാൻ. ഇപ്പം അവൾക്കൊരു നല്ലൊരു കാലം വരുമ്പോൾ നമ്മൾ വേണ്ടേ അവിടെ കൂടെ നിൽക്കാനായിട്ട്. പിന്നെ ഗൾഫിൽ നിന്നപ്പോൾ അവൾ നമ്മളെ വിളിച്ച് പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞു ചെല്ലുന്നു. ഇനിയിപ്പോൾ നല്ല കാലം വരുമ്പോൾ നമ്മൾ കൂടെ വേണം. ഇതാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ. അല്ലാതെ അവൾ വിളിച്ചു തന്നും പറഞ്ഞ് പോകാതിരിക്കുന്നത് ശരിയല്ല. തിരക്കെ കൊണ്ടായിരിക്കുമോടി, നീ വാ. കണ്ടു പറയാം. ആ, നിങ്ങളാ? വാ. ഞാൻ നിങ്ങളെ ഒന്ന് വിളിക്കണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച്. ഇന്നാന്നേക്ക് വേണ്ട, ഇപ്പം ഞാൻ പുറത്തോട്ടൊന്ന് പോകാൻ ഇറങ്ങുമായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വന്നത്. നീയേ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി. ദേ ഇവക്ക് ഭയങ്കര പിണക്കം. നീ ആണെങ്കിൽ വിളിച്ചിട്ട് കുറേ കാലമായി, നീ വരുന്ന കാര്യം വിളിച്ച് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിണക്കത്തിലിരിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് നേരിട്ട് പോയി ഇവിടെ നിൻ്റെ പിണക്കമല്ല മാറ്റാമെന്ന്. അതുകൊണ്ടേ പിടിച്ച് വലിച്ച് കെട്ടി കൊണ്ടുവരുമോ ഞാൻ. വരുന്നില്ല പറഞ്ഞു നീ വിളിക്കാത്തതിൻ്റെ. ആദ്യം നീ ഇവിടെ പിണക്കമൊക്കെ ഒന്ന് മാറ്റ്. നീ എന്തായാലും ഞങ്ങളെന്ന് വിളിക്കാതിരുന്നത്? നിങ്ങൾ ഇരിക്ക്. ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും എനിക്കിപ്പോൾ ആരെയും വിളിക്കാനൊന്നും സമയമൊന്നുമില്ല. പണ്ട് എനിക്ക് ജോലിയും കൂലിയും വേലയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയൊക്കെ കുറേ സമയമൊക്കെ ചിലവഴിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പം അതിൻ്റെ പിറകെ നടക്കുക. എൻ്റെ വീട്ടിൽ പോലും ഞാൻ വരുന്ന കാര്യം വിളിച്ച് പറഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് വിളിച്ച് പറയുന്നത്. ആ, അപ്പം നിൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പം നിന്നോടത്ത് വലിയ സ്നേഹമൊക്കെ ആയിരുന്നല്ലേ? അല്ലെങ്കിലും അങ്ങനെ നമുക്കൊരു നല്ല കാലം വരുമ്പോഴത്തേക്ക് നമ്മളെ പുച്ഛിച്ച് നിന്ന ആൾക്കാരൊക്കെ കയറി വരും. അതുപോലെ ആയിരുന്നല്ലോ നിൻ്റെ വീട്ടുകാർ. നിങ്ങൾക്കൊക്കെ മോശപ്പെട്ട സമയത്ത് നിൻ്റെ വീട്ടുകാരോ നിൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരോ ആരും നിൻ്റെ അടുത്തില്ലായിരുന്നു. ഈ പറയുന്ന ഈ രണ്ടുപേരെ ഉള്ളായിരുന്നു നിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ വീട്ടുകാരായി, കുടുംബക്കാരായി. ആ, നല്ലതുപോലെയൊക്കെ ആവട്ടെ. അതിനെപ്പറ്റിയൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്കത് കേൾക്കാനോ സംസാരിക്കാനോ ഒരു താല്പര്യവുമില്ല. അന്ന് എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്തൊക്കെയോ ചെറിയ തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഞങ്ങൾ ഹാപ്പിയാണ്, എൻ്റെ വീട്ടുകാർ ഹാപ്പിയാണ്, എൻ്റെ ഇക്കയുടെ വീട്ടുകാർ ഹാപ്പിയാണ്. ഇനി അതിനെപ്പറ്റി എന്തിനാ ചൊറിഞ്ഞു സംസാരിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. പണ്ടത്തെ കാര്യങ്ങൾ എനിക്ക് ഓർക്കുന്ന പോലുമില്ല. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിനെപ്പറ്റി സംസാരിക്കുകയും വേണ്ട. പിന്നെ നിങ്ങൾ വന്നത് വല്ലതും സഹായം ചോദിച്ചിട്ടാണോ? അതാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോ. ഇപ്പം എൻ്റെ ഇക്കായ്ക്ക് നിങ്ങളിപ്പോൾ കാണുന്നതും സംസാരിക്കുന്നതും ഇപ്പം ഇഷ്ടമല്ല. അതുകൊണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ പൊക്കോ. അതെന്താടി നിൻ്റെ കെട്ടിയവന് ഞങ്ങളെ കണ്ടാൽ ഇത്ര ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട്? അതിന് ഞങ്ങളെന്ത് ചെയ്തു നിൻ്റെ ഭർത്താവിനോട്? അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? പണ്ട് നമ്മൾ അവരെ ഒരുപാടൊക്കെ സഹായിച്ചിട്ടില്ലേ? അന്ന് എന്നെയും നിന്നെയൊക്കെ അവർക്ക് ഒരുപാട് ആവശ്യമായിരുന്നു. ദുഃഖത്തിനാണെങ്കിലും പട്ടിണിക്കാണെങ്കിലും ഒക്കെ. ഇപ്പം നമ്മളെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പം നമ്മളെക്കാട്ടിലൊക്കെ മുന്നിലാണ് അവരിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. കെട്ടിയവന് കണ്ടാൽ പുച്ഛമാണെന്ന്. അന്നൊന്നും നിനക്കും നിൻ്റെ ഭർത്താവിനൊന്നും പുച്ഛമല്ലായിരുന്നല്ലോടി. അതങ്ങനെ പറഞ്ഞതല്ല. പണ്ടത്തെ ഞങ്ങളല്ലല്ലോടി. ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ കൂട്ടുകാരികളൊന്നും അല്ലല്ലോ. എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല. ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഞങ്ങൾ ഈ നിലയിലെത്തിയത്. നീ സഹായിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെടണമെന്നില്ലല്ലോ. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അവിടെ ചെന്ന് ചെറിയൊരു കടയിൽ കയറി പിന്നെ അത് ഞങ്ങൾ സ്വരം കൂട്ടിച്ച് ഓരോ രീതിയിലായി. ഇപ്പം ഞങ്ങൾക്ക് അവിടെ തന്നെ ഇപ്പോൾ 2-3 ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റിയ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ എൻ്റെ കൂട്ടുകാരികളെന്നൊക്കെ പറയാൻ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കൂട്ടുകാർത്തൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. വെറുതെ അവരുടെ മുന്നിൽ ഇതിനെ നാണം കെടുന്നതും. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർക്കാറുമില്ല. ഇപ്പം ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുമ്പം തന്നെ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ അവരറിയും. നാണക്കേടാണ്. ഞങ്ങൾക്ക് ഇനിയും അവിടെ പോയി ജീവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ തരാം. പിന്നെ നീ സഹായിച്ചതിൻ്റെ 10 ഇരട്ടി ഇപ്പം എനിക്ക് തരാൻ കഴിയും. അതിനു വേണ്ടിയാണോ നിങ്ങൾ വന്നത്? ഒന്നെങ്കിൽ ഇപ്പം തന്നെ ഞാൻ തരാം. അല്ലാതെ കൂട്ടുകാരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ ചുമ്മാ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ബുദ്ധിമുട്ടാണത്. എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനും. ഇപ്പം വരും. ഇന്ന് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു തിരക്കില്ല ഞങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്.
അയ്യോ, നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ഇവളും കൂടെ ഒക്കെ. ദാ ഇവക്ക് പ്രാന്ത് കയറി വന്നതാ. കൂട്ടുകാരെ കാണാൻ ആത്മാർത്ഥമുള്ളൊരു കൂട്ടുകാരിയെ. നീ വിളിക്കാതിരുന്നപ്പോഴും ഇവിടുത്തെ ഞാൻ പറഞ്ഞതാ അവൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന്. അവളെ, നീ ഇപ്പൊ ഗൾഫൊക്കെ കാണാൻ തുടങ്ങിയതേ ഇവള് വിചാരിച്ചിട്ടാ. അത് നീ മറക്കരുത്. അവിടെയും അവിടെ മോടെ കഴുത്തി കടന്ന സ്വർണം വിറ്റിട്ടാണ് എനിക്ക് ഗൾഫിൽ പോകേണ്ട അവിടെ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പണം ഉണ്ടാക്കി തന്നത്. അന്നേരം അവിടെ നീ എന്താ പറയുക, ഇതിൻ്റെ ഇരട്ടിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ അത് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ എനിക്ക് തന്നത്. എന്നിട്ട് നീ ഗൾഫിൽ പോയല്ലോ. ഗൾഫിലൊക്കെ പോയിട്ട് 4 കാശ് ഉണ്ടാകുന്ന വരെ എന്നെ ഇവളെ മാറും തിരിഞ്ഞൊക്കെ നീ വിളിച്ച്. നിന്റെ വീട് പണിക്കൊക്കെ ഇവൾ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞതാ, നീ ഒരുപാട് ആത്മാർത്ഥ കാണിക്കല്ലേ, നിനക്ക് കിട്ടത്തില്ലെന്ന്. അപ്പോഴും നീ ഇവളങ്ങ് നിന്നെ അങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിച്ച് മാറത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് 4 കാശ് കൈ വന്നപ്പോഴത്തേക്ക് നിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. ഇപ്പോഴും ഇവിടുത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്നേന്ന് വിചാരിച്ച. നിന്റെ അടുത്ത് കൈ നീട്ടുന്ന നേരം കൊണ്ടേ വേറെ വല്ലയിടത്ത് നീട്ടുന്ന അടി അന്തസ്സുണ്ട്. സഹായം ചോദിക്കാൻ വന്നത് ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്. നീ ഇന്ന് ഈ നിലയിൽ എത്താൻ കാരണം നിന്റെ വീട്ടുകാരോ നിന്റെ ഭർത്താവോ അല്ല. ദാ ഇവള് ഒറ്റ കാരണം നീ ഈ നിലയിലെത്തിയത്. നന്ദിയോട് കാണിക്കരുത്. സഹായം ഇപ്പൊ സ്റ്റാറ്റസിന് പിടിക്കുന്നില്ലെന്ന്. നീ ഇതെല്ലാം മറക്കുന്നതെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. പിന്നെ നിന്നെ ഞാൻ സഹായിച്ചിട്ടുള്ളതൊന്നും നീ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിന്റെ ദുഃഖത്തിനൊക്കെ ഞാനും ഇവളും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു നല്ല കാലം വരുമ്പോഴും കൂടെ വേണമെന്നുള്ള ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഒന്നും മോഹിച്ചിട്ടൊന്നുമല്ല. പിന്നെ അന്ന് നിന്റെ വീട്ടിലെ സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു. എനിക്കോ നിന്റെ ഭർത്താവിനോ ജോലിയില്ല. ഭയങ്കര കഷ്ടപ്പാടിൽ കിടന്നപ്പോഴാണ് നീ ഞങ്ങളുടെ അടുത്ത് വരുന്നത് തന്നെ. അന്ന് നിന്നെ ഒന്ന് ഞങ്ങളിൽ ഉണ്ടായിട്ടൊന്നും അല്ല നിന്നെ ഞാൻ സഹായിച്ചത്. അന്ന് നിനക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞപ്പോഴും നീ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞപ്പോഴും നീ എനിക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടല്ല, എൻ്റെ ആകപ്പാട് എൻ്റെ ഉള്ളത് എൻ്റെ ഒരു കമ്മലും എൻ്റെ മോളൊരു മാലയുവാ നിനക്ക് ഞാൻ തന്നത്, പിറ്റന്ന് എനിക്ക് തന്നത്. പക്ഷെ ഇതൊക്കെ ഞാനത് മറന്ന്. നീ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇരട്ടിച്ച് തരാമെന്ന്. പക്ഷെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞാൻ നിന്നെ കാണാൻ വന്നത്. നീ വിളിക്കാതൊക്കെ ഇരുന്നപ്പോഴും അപ്പോഴും എനിക്ക് സംശയം തോന്നിയില്ല. ഇവള് പലപ്പോഴും പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചുമില്ല. നിന്റെ തിരക്കും കാര്യങ്ങളും നിന്റെ ഓരോ വളർച്ച കാണുമ്പോഴും ഞാനും ഇവള് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. നിന്റെ വിളി കുറഞ്ഞപ്പോഴും ഞങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നത് സഹായം ചോദിച്ചിട്ടല്ല. നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടി വന്നത്. നിന്റെ വളർച്ച ഞങ്ങൾ സന്തോഷിച്ചതാ. കാരണം അത്രയ്ക്ക് നീ ദുഃഖിച്ചതാ. നിന്റെ വീട്ടുകാർ പോലും നിന്നെ ഉപേക്ഷിച്ചപ്പോഴത്തേക്കും അന്നും നിന്നെ കൂട്ടിച്ചേർത്തത് ഞാനും ഇവളുവാ. ഞങ്ങളുടെ അടുത്ത് തന്നെ നീ ഇങ്ങനെ പെരുമാറിയില്ല, ഭയങ്കര വിഷമമുണ്ടടി. സഹായം ഞങ്ങൾക്ക് സഹായമൊന്നും വേണ്ട. നീ നല്ലോണം അങ്ങ് ജീവിച്ചാൽ മതി. ഇനി എന്തോ കാണാൻ വേണ്ടി നിൽക്കുക? മതിയല്ലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ. നീ കൊടുത്തതിനും തിരിച്ച് നല്ലതുപോലെ അവൾ മുതലും പലിശ ഇരട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ മുന്നിൽ വരരുത്. എന്നെ നീ വിളിക്കരുത്, ഞാനും ഇനി ഇവിടെ വരത്തൊന്നുമില്ല. കൂട്ടുകാരിയെ കാണാൻ വേണ്ടി വന്നത്. നാണം കെട്ട് നിൽക്കാതെ ഇറങ്ങി വാ. ഇവളൊക്കെ പടത്തോ ഉടനെ തന്നെ നാക്ക് നല്ല രീതിയിൽ കൊടുക്കും. നമ്മളെ മനസ്സ് നോവിച്ച് വിട്ടിരിക്കുന്നത് വന്ന വഴി ഒരിക്കലും മറക്കരുത്. പടച്ചം വീടോടെ കൊണ്ട് നിർത്തും. അന്ന് തേടി വന്നേക്കരുത് എന്നെ ഇവളും കൂടെ. നീ വാടി. ഇനി നീ പേടിക്കണ്ട. ഇനി ഞാനും അവളൊന്നും ഇങ്ങോട്ടൊന്നും വരുത്തൊന്നുമില്ല. നീ ഞങ്ങളെ കാണുമ്പോൾ സഹായം ചോദിച്ചു വരുമോയെന്ന് വിചാരിക്കുകയും വേണ്ട. ഇനി ഞങ്ങളിവിടെ വരത്തില്ല. നിന്റെ സ്റ്റാറ്റസിന് പറ്റത്തില്ലല്ലോ ഞാനും ഇവളും. അതുകൊണ്ട് നിന്റെ സ്റ്റാറ്റസിന് പറ്റുന്ന നല്ല കൂട്ടുകാരെ നീ തിരഞ്ഞെടുക്കുക. പക്ഷെ നിന്റെ ദുഃഖത്തിനും സന്തോഷത്തിനും അവർ ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ.